സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ രാമായണ കഥയിലെ രണ്ടാമത്തെ ഭാഗത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. 10 ശ്ലോകം കഴിഞ്ഞു. അടുത്ത 10 ശ്ലോകത്തിലെ ഒരു ശ്ലോകം പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ശ്ലോകം കിഷ്കിന്ധാകാന്ഡം തന്നെ തുടരുകയാണ്. ശ്ലോകം സുഗ്രീവേണാനുയോക്തിയ സഭയമഭിയതാവ്യൂഹിതാംബാകിനീം താം വൃക്ഷാണാം വീക്ഷ്യദിക്ഷുദ്രുതമത ദേദാമാർഗണാവായ നമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കപിപിരപി തദാ തുപ്രിയാസപ്രയാസൈ. കിഷ്കിന്ധാകാന്ഡത്തിലത്തെ പ്രധാന പ്രമേയം സുഗ്രീവസഖ്യമാണ്. സുഗ്രീവസഖ്യവും തുടർന്ന് സീതാന്വേഷണത്തിനുള്ള സുഗ്രീവൻ്റെ ശ്രമം, തീവ്രമായിട്ടുള്ള ശ്രമം. അപ്പം സുഗ്രീവേണ അനുജോക്തിയ സഭയം അഭിയത, ഒരു വാക്കിൽ ലക്ഷ്മണൻ പോയിട്ട് സുഗ്രീവനെ ഓർമ്മപ്പെടുത്തുന്നതൊക്കെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ആദ്യം ലക്ഷ്മണൻ പോയി, പിന്നെ ഹനുമാൻ പോയി. കുറച്ചിങ്ങനെ 3-4 മാസം സുഗ്രീവൻ സീതാന്വേഷണത്തിന് അമാന്തിച്ചു. ഇപ്പം ലക്ഷ്മണൻ പറഞ്ഞു, ഏതൊരു ശരം കൊണ്ട് ബാലി വധിക്കപ്പെട്ടുവോ ആ വഴി നിനക്കും നേരിടേണ്ടി വരും. ആ ശരം ഇപ്പോഴും രാമൻ്റെ അവനാഴിയിലുണ്ട്. അഗ്രജൻ തൻ്റെ ആ വഴിയെ ഗമിക്കണോ അതോ രാമന് കൊടുത്തതായിട്ടുള്ള വാക്ക് പാലിക്കണോ സുഗ്രീവ? ലക്ഷ്മണൻ പേടിപ്പിച്ചു, വിറച്ചു. ആനന്മാരെല്ലാം ഭയന്നു എന്നാണ്. പേടിച്ച് മലമൂത്രങ്ങൾ വിസർജിച്ചു എന്നൊക്കെ രാമായണത്തിൽ പറയുക. കാരണം ഒരു അസ്ത്രം കൊണ്ട് മതി എല്ലാ ഗതിയും കഴിക്കാനേ. അത്രയും വിഷമമുള്ള ബാലിയെ കൊന്ന ആളാണ്. അങ്ങനത്തെ ആൾക്കുണ്ടോ ബാക്കി ലോകത്തിൽ വേറെ ആരെങ്കിലും വധിക്കാൻ പ്രയാസം? അതുകൊണ്ട് മര്യാദയ്ക്ക് സീതാന്വേഷണത്തിന് ശ്രമിച്ച് രാമന് കൊടുത്ത വാക്ക് പാലിക്കുന്നതായാൽ നിനക്ക് സുഖമായിട്ട് കിഷ്കിന്ധയിൽ വാഴാം. അനുജോക്തിയ, അനുജൻ ലക്ഷ്മണൻ, ലക്ഷ്മണനാൽ പറയപ്പെട്ടതായി സഭയം ഭയന്ന അഭിയതാവ്യൂഹിതാംബാഹിനീം താം, വാനര സൈന്യങ്ങളെ നല്ലപോലെ അസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സംയോജിപ്പിച്ചു, സംഘടിപ്പിച്ചു. പലതരത്തിലുള്ള വാനരന്മാരെ പറ്റി പറയുന്നുണ്ട്. വാല് നീളമുള്ളതും വാല് നീളം കുറഞ്ഞതും, ഭൂമിയിൽ വാല് തച്ച് സഞ്ചരിക്കുന്നവർ, സ്വർണ്ണവർണ്ണത്തിലുള്ളവർ, അഗ്നിവർണ്ണത്തിലുള്ളവർ, വെളുത്ത നിറത്തിലുള്ളവർ, കറുത്ത നിറത്തിലുള്ളവർ, ആന പോലെ വലിപ്പമുള്ളത്, എത്ര ആനകളുടെ ശക്തിയാണെന്ന് പറയാൻ പറ്റാത്തവർ, 10 ആനകളുടെ ശക്തിയുള്ളവർ, 100 ആനകളുടെ ശക്തിയുള്ളവർ, ഇങ്ങനെ വാനരന്മാരെ ഇങ്ങോട്ട് വർണ്ണിക്കുകയാണ്. രാമായണത്തിൽ അത്രയധികം വാനരന്മാരെ കണ്ടാലും വന്നി ചാടണം എന്ന് പറഞ്ഞാലും അവർ തയ്യാറാണ്. രാമ, പരിപൂർണമായിട്ടും എൻ്റെ സൈന്യമാണ് എങ്കിലും അങ്ങേക്കും ഇതിൽ നിയന്ത്രണം ഉണ്ട്. എന്തു വേണമെങ്കിലും ഇവരോട് കൽപ്പിക്കാം. ആ പറഞ്ഞ പോലെ അവർ ചെയ്യാൻ അപ്പുറം ചെയ്യൂല, പറഞ്ഞത് ചെയ്യും. രാമൻ പറഞ്ഞു, ഞാനൊന്നല്ലല്ലോ അവരോട് ആജ്ഞാപിക്കേണ്ട സുഗ്രീവ, നീ തന്നെയാണ് ആജ്ഞാപിക്കേണ്ടത്, ഞാനല്ല. അതുകൊണ്ട് എല്ലാം വേണ്ട പോലെ നീ ചെയ്തോ. ചെയ്യുന്നെനിക്ക് അറിയാം. പിന്നെ എന്താ വെച്ചാൽ ചെറിയൊരു അമാന്തം വന്നു, അത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് എന്നോട് യാതൊരു ദേഷ്യവുമില്ല. അത് ലക്ഷ്മണനോടും പറയേണ്ട, അവനെ വധിക്കരുത് ലക്ഷ്മണ, നിൻ്റെ ദേഷ്യം കൊണ്ട് അവനെ വധിക്കേണ്ട, വധ്യനല്ല. ആ ഓർമ്മക്കുറവ് ഓർമ്മിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക, അത്രേ പാടൂ. വധ്യനല്ല അവൻ, കാരണം അവൻ നമുക്ക് വേണം. അവനെ കൊണ്ടാണ് കാര്യം നടക്കാൻ പോണത്. അതുകൊണ്ട് അവനെ അത് ഓർമ്മ വേണം. പേടിപ്പിച്ച കർത്തവ്യനിരതനാക്കുക മാത്രമേ പാടൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സഭയമഭിയതാ
യൂഹിതാം വാഹിനിം ച സൈന്യസന്നാഹങ്ങൾ തയ്യാറാക്കി. താം വൃക്ഷാണാം വീക്ഷ്യതി തിച്ചു ധൃതമതദൈത മാർഗണായ അവനമ്രാം. വൃക്ഷാണാം കരടി വർഗത്തിൽപ്പെട്ടവരാണ് ഈ ഋക്ഷന്മാർ. ജാമ്പവാനൊക്കെ കുരങ്ങനുമായിട്ട് സാമ്യമുണ്ടെന്നാണ്. രോമങ്ങൾ ധാരാളം ഉണ്ടാവും ശരീരത്തിൽ. അതായത് വാനരന്മാരുടെ ഒരു അടുപ്പം ഉള്ള വർഗമായിട്ടാണ് ഋക്ഷന്മാരെ കണക്കാക്കിയിരിക്കുന്നത്. ഋക്ഷാണാം വീക്ഷ്യദിക്ഷു ധൃതമതദൈത മാർഗണാവായ നമ്രാം. മാർഗണാവായ നമ്ര സീതയെ അന്വേഷിക്കാൻ വന്ദിച്ച് നിൽക്കുന്നത് ഇങ്ങനെ കണ്ടു രാമൻ എന്നാണ്. മാർഗണായ അന്വേഷിക്കാൻ, നമ്രാം വിനീതരായിട്ട്. എല്ലാവരും നമസ്കരിച്ചിട്ടുണ്ട്. രാമൻ്റെ മുമ്പിൽ കൈ കൂപ്പി പത്നിയെ സീതയെ അന്വേഷിക്കാൻ തയ്യാറായിട്ടുള്ള അവരുടെ ആ ഒരു മനോഭാവം അറിയിച്ചു വിനയത്തോടു കൂടിയിട്ട്. വൃക്ഷാണാം വീക്ഷ്യദിക്ഷു ധൃതമതദൈത മാർഗണായാവനമ്രാം. സന്ദേശഞ്ചാങ്കുലീയം പവനസുതകരെ പ്രാതിദിശോ മോദശാലി. സീതയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സന്ദേശവും തൻ്റെ മോതിരവും രാമനാമാങ്കിതമായിട്ടുള്ള മോതിരവും ഹനുമാന് കൊടുത്തു. പവനസുതകരെ, ഇത്രയും വാനരന്മാരുണ്ടായിട്ട് ഹനുമാൻ്റെ കയ്യിലാണത് കൊടുത്തത്. ഹനുമാനാണ് ഈ കൃത്യം നിർവഹിക്കാനായിട്ട് അതിൽ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണത് കൊടുത്തത്. പറഞ്ഞു സന്ദേശം ചാങ്കുലീയം പവനസുതകരെ പ്രാതിശോ മോദശാലി. ദുഃഖവും ദേഷ്യമൊക്കെ ഇടുമാറി. സുഗ്രീവൻ ചെയ്യാണ്ടിരിക്കുമോ ആശങ്ക ഒക്കെയാണ് പോയി. മോദശാലി സന്തോഷിച്ചു. മാർഗേ മാർഗേ മമാർഗേ കപിപിരവി തഥാ ത്വപ്രിയാസപ്രയാസൈ. സപ്രയാസൈ പ്രയാസത്തോടു കൂടിയിട്ട് എല്ലാ സ്ഥലത്തും തെക്കോട്ട് വടക്കോട്ട് കിഴക്കോട്ട് പിന്നെ ഇടയിലുള്ള തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് മുതലായ ഇടദിക്കുകൾ മോളയ്ക്കും താഴേക്കും എവിടെയും ചെന്നെത്താൻ ബാക്കിയില്ല. അത്രയും സ്ഥലത്ത് അന്വേഷിച്ചു. തെക്ക് ഭാഗത്ത് ലങ്കയിലാണ് സീത ഉള്ളത് എന്ന് അറിയുമെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പോൾ ഇത്രയും സ്ഥലത്ത് അന്വേഷിച്ചതെന്നൊരു ചോദ്യമുണ്ട്. ജടായു പറഞ്ഞു എന്നുള്ളൊരു വിവരമേ ഉള്ളൂ ബാഹ്യമായിട്ട് ചിന്തിക്കുമ്പോൾ. അവന് പിന്നെ അറിയാതെ വേറെ ഇരിക്കട്ടെ, അതിപ്പോൾ അവിടെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കഥ അവതരിപ്പിക്കുമ്പോൾ അറിയാൻ ഒരു ഒറ്റ സംഗതി ജടായുവാണ്. ജടായു ഒരു പക്ഷിയാണ്. ആ പക്ഷി പറഞ്ഞതിന് ആധികാരികതയില്ല. ഉണ്ടോ? ആധികാരികതയില്ല. പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മിക്കവാറും അത് ശരിയാവും എന്ന് രാമൻ അറിയാം, പക്ഷെ ഉറപ്പില്ല, 100% ഉറപ്പില്ല. ഇപ്പം ലങ്കയിൽ ബുദ്ധിമുട്ടി പോയി ചാടി കിടന്ന് അവിടെ ഇല്ല എന്നറിഞ്ഞാൽ അറിഞ്ഞിട്ട് ആ പോക്ക് വെറുതെയാവും. എന്നിട്ട് ബാക്കിയൊക്കെ അന്വേഷിക്കണം. അതിലും നല്ലത് ബാക്കിയൊക്കെ അന്വേഷിച്ചിട്ട് സമുദ്രം കിടക്കില്ലേ. സമുദ്രം കിടക്കലാണല്ലോ ഏറ്റവും പ്രയാസമുള്ള കാര്യം. അപ്പം അത് വേണമെങ്കിൽ തന്നെ മതി, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് സമുദ്രതരണത്തെ മാറ്റി വെച്ച് മാർഗേ മാർഗേ മമാർഗേ, മാർഗേ മാർഗേ മാർഗം തോറും മമാർഗേ അന്വേഷിച്ചു. ലോകത്തിൽ ഇനി പറയാൻ ബാക്കിയുള്ള ഒരു സ്ഥലവും ഇല്ല. അങ്ങനെ വരണുണ്ട് അവിടെ. ഇവിടെ ഉത്തരിച്ച് പറയേണ്ട പിന്നെ ഭൂഗോള ദർശനം, ഭൂവിവര വർണ്ണനം എന്ന് പറഞ്ഞിട്ട് 1-2 സർഗമുണ്ട്. അത്ര സ്ഥലങ്ങൾ പോയി കണ്ടു. അവിടെയുള്ള പർവ്വതങ്ങളെ വിവരിക്കുന്നുണ്ട്, പ്രകൃതി രമണീയതകളെ, അവിടുത്തെ പ്രത്യേകതകൾ, അവിടെ വാസിക്കണവരുടെയൊക്കെ ചരിത്രം വിസ്തരിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്. എവിടെയൊക്കെ ഭൂമിയിൽ സ്ഥലമുണ്ടോ അവിടെയൊക്കെ വർണ്ണിച്ചിരിക്കണമെന്നാണ്. അങ്ങനെ അത്രയും സ്ഥലത്ത് അന്വേഷിച്ചു എന്ന് പറയാണ്. ആകർണനോദ്യഗരുദുരുജുവസമ്പാതി സമ്പാതി വാക്യപ്രോതിർണർണോതിരന്തർനഗരി ജനകജാം വീക്ഷദത്താങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷണചണരണസോഡബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പൃഷ്ട്വാ ചലങ്കാം ചടതി ഹനുമാൻ മൗലിരത്നന്ദൗതേ. ഇവിടെ സുന്ദരകാന്ഡാണ്. അതിൻ്റെ ഓരോ ഭാഗത്തിനെ വർണ്ണിക്കുന്നു. ഹനുമാൻ്റെ സമുദ്രതരണം. മാർഗേ മാർഗേ മമാർഗേ കാപ്പി പീരപി തഥാ പ്രിയാത കിഷ്കിന്ദാകാണ്ട് അവസാനിക്കുകയാണ് കേട്ടോ. ആ 2ാമത്തെ ശ്ലോകത്തിൽ കിഷ്കിന്ദ കഴിഞ്ഞു. സുന്ദരകാന്ഡം ത്വത്പ്രിയാ അവിടെ നിന്നാണ് തുടങ്ങുന്നു. ത്വാർത്താകർണനോ ഗുരുദുരുജുവസമ്പാതി. തിന്തിരുവടിയുടെ കഥ കേട്ടപ്പോൾ ചിറക് മുളച്ചു വന്നു
ആ സമ്പാദിക്കുക എന്നുള്ളതിനെ അവിടെ സൂചിപ്പിച്ചത്. രാമവൃത്താന്തം കേട്ടു, സീത തിരോധാനത്തെ അറിഞ്ഞു, സീത എങ്ങനെ അന്വേഷിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തു. പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള മഹർഷി പറഞ്ഞിട്ടുള്ള ജീവൻ്റെ തത്വം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് സമ്പാദിവാക്യം രാമായണത്തിൽ, അധ്യാത്മരാമായണത്തിൽ അങ്ങനെ പറയുന്നുള്ളൂ. ഇവിടെ അത് പറയുന്നില്ല. ഇവിടെ വാൽമീകി രാമായണത്തിൽ പറയണത് സമ്പാദി സീതയെക്കുറിച്ചുള്ള വൃത്താന്തവും സ്വയം വൃത്താന്തവും പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് ചിറക് പോയത്? രണ്ടാളും കൂടി സൂര്യൻ്റെ നേർക്ക് പറന്നപ്പോൾ ജടായുവിനെ രക്ഷിക്കാൻ താൻ ചിറകൊണ്ട് മറച്ചു. അപ്പോൾ തൻ്റെ ചിറക് നഷ്ടപ്പെട്ടു, ജടായു രക്ഷപ്പെട്ടു. ആ ജടായുവിനെ കൊന്ന വർത്തമാനം ആരാണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ജടായു സംഭാഷണം തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ സീതാന്വേഷണത്തിന് പോകുന്നവരാണെന്നും ജടായുവിനെ വിളിച്ച് രാവണനാവണം സീതാന്വേഷണത്തിന് വേണ്ടി തടുത്തപ്പോഴാണ് എന്നൊക്കെ ഇവരിൽ നിന്ന് മനസ്സിലാക്കി. അത് സമ്പാദ്യ അത് ഉറപ്പിച്ചു. രാവണൻ തന്നെയാണ്, അതിൽ സംശയിക്കാനില്ല. ലങ്കയിലാണ് രാവണൻ വസിക്കുന്നത്. നിങ്ങളിൽ ഒരാൾക്ക് സമുദ്രം ചാടി കിടക്കാൻ തീർച്ചയായിട്ടും കഴിയും. അതാരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാനെങ്ങനെ പറയാനാണ്? പക്ഷെ ഒരാൾക്ക് അതിന് കഴിയും, അത് ഉറപ്പാണ് എന്നുള്ള വൃത്താന്തവും സമുദ്രലംഘനത്തിനുള്ള ആത്മവിശ്വാസവും ആ സമ്പാദി അത്രേ പറയുള്ളൂ. കടക്കാനായിട്ട് സാധിക്കും, സീതയെ കാണാനായിട്ട് കഴിയുമെന്ന് മാത്രമേ പറയുള്ളൂ. ഗർഭത്തിൽ പ്രവേശിച്ച ജീവൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട് എന്നുള്ളതൊന്നും വാൽമീകി രാമായണം ഒറിജിനലില്ല. അതൊന്നും ഇവിടെയും പറയണില്ല കേട്ടോ. നാരായണീയത്തിൽ അത്രയും ചുരുക്കമുണ്ടോ? ഇപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അധ്യാത്മരാമായണത്തിലാണ് മാസങ്ങളോളമായിട്ട് ജീവൻ്റെ വളർച്ചയും 7ാം മാസത്തിൽ ജ്ഞാനം ഉണ്ടായിട്ട് പുറത്തേക്ക് വരും എന്നും പിന്നെ ഈശ്വരവചനം അല്ലാണ്ട് വേറൊന്നും ചെയ്യില്ല എന്നും ആ ജീവൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞത് അധ്യാത്മരാമായണത്തിൻ്റെ സംഭാവനയാണത്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കപിലോപദേശത്തിൽ ഭാഗവതത്തിലും പറയുന്ന തത്വമാണത്. അപ്പോൾ ആ ജടായുവിൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന സമ്പാദി ഈ വക വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ത്വദ്വാർത്താകർണന ഭഗവത് വാക്യങ്ങളും സീതാവൃത്താന്തവും കേട്ടിട്ട്, ത്വദ്വാർത്ത രാമവാക്യാർത്ത, ആകർണന ഗുരുദുരുജപ സമ്പാദി വാക്യ, 2 സമ്പാദിൻ്റെ അവിടെ എന്തൊക്കെ അർത്ഥം വരിക? സമ്പാദിയുടെ വാക്കു കേട്ടിട്ട് സമുദ്രം ചാടിക്കിടന്ന ഗരുദുരുജുവ സമ്പാദി, ചിറകുകൾ കൊണ്ട് വേഗത്തിൽ പറന്ന് ഉയർന്ന സമ്പാദിയുടെ വാക്ക് കേട്ടിട്ട്, മുളച്ചു വന്ന ചിറകുകൾ കൊണ്ട് വേഗത്തിൽ പറന്നു വരുന്ന സമ്പാദി. ഈ തത്വങ്ങൾ പറഞ്ഞപ്പോഴേക്കും സമ്പാദിക്ക് ചിറക് തിരിച്ചു കിട്ടി. ത്വദ്വാർത്താകർണന ഗുരുദുരുജുവ സമ്പാദി വാക്യ, പറന്നുയർന്നതായിട്ടുള്ള സമ്പാദിയുടെ ആ സമ്പാദി വാക്യം, അവൻ്റെ വാക്കെന്ന് എന്തെങ്കിലും പ്രോനൗൺ പ്രയോഗിച്ചാൽ മതി. ശരിക്ക് 2 സമ്പാദിയുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല. ശരിക്ക് ഗുരുദുരുജുവ സമ്പാദി തസ്യവാക്യ എന്നൊക്കെ പറയാം. പക്ഷെ അവിടെ എന്താ വാക്ക് 3 അക്ഷരം വേണം. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നേ ഉള്ളൂ. പറന്നുയരുന്ന സമ്പാദിയുടെ വാക്യം എന്ന് മതി. എന്തായാലും സമ്പാദി വാക്യം എന്ന് ആവർത്തിച്ചിരിക്കുന്നു. സാധാരണ അങ്ങനത്തെ ആവർത്തനങ്ങൾ വരാറില്ല കവിതയിൽ. അത് ഒഴിവാക്കണം എന്നാണ് ഒരു നിയമം. ഇവിടെ ഇത് വന്നിരിക്കണമെന്ന് മാത്രം. പറന്നുയർന്ന സമ്പാദിയുടെ ചിറകുകൾ കൊണ്ട് സമ്പാദി വാക്യത്തെ കേട്ടിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? അവൻ്റെ വാക്ക് പറയാം. ഓട്ടെ വാർത്താകർണന ഗുരുദുരുജുവ സമ്പാദി വാക്യ പ്രോത്തീർണാർണോതി അന്ത സ ഹനുമാൻ. യാമ്പവാനാണ് ഹനുമാനെ പ്രകീർത്തിച്ചത്. ആർക്കും തന്നെ ചാടാൻ വയ്യ. അപ്പം ആർക്ക് ചാടാൻ പറ്റും? ഒരാൾക്ക് പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് നുണയാവാൻ വഴിയില്ല. സമ്പാദിക്കുന്ന നുണ പറഞ്ഞിട്ട് എന്ത് കാര്യം? ബാക്കിയൊക്കെ സത്യമാവുകൊണ്ട് ഇതും സത്യമാവണം. എങ്ങനെ കണ്ടുപിടിക്കും? ഒരു വഴിയുണ്ട്. ഓരോരുത്തർക്കും എത്ര ചാടാം അതൊന്ന് പറയുക. അപ്പോൾ മനസ്സിലാവുമല്ലോ. 100 യോജന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ ആർക്ക് പറ്റും? ആർക്കും 10 യോജന, 20 യോജന, 100 യോജന. തന്നെ 100 യോജന അങ്ങോട്ട് ചാടാം, പക്ഷേ ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല. അങ്ങോട്ട് വരേണ്ട കാര്യം നടക്കുമോ? അങ്ങനെ മനസ്സിലായിട്ടാണ് ജാമ്പവാൻ ഹനുമാനെ പ്രകീർത്തിച്ചത്. അതായത് ഈ ഹനുമാൻ ജനിച്ച ഉടനെ മഹാശക്തനായിരുന്നു എന്നാണ്. വായുവിൻ്റെ പുത്രനല്ലേ. ശക്തി വളരെയധികം കൂടിയപ്പോൾ ആ ഹനുമാൻ അത്ര സാത്വികനായിരുന്നില്ല എന്നാണ്. ചെറുപ്പത്തിൽ വികൃതിയൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും ഉണ്ടല്ലോ ഹനുമാൻ. അനവധി മഹർഷിമാരെ കുറച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കാനും അതുപോലെ തന്നെ ദ്രോഹിക്കാനൊക്കെ തുടങ്ങി എന്നാണ്.
അപ്പോൾ അവർ ശപിച്ചു. ഇവൻ്റെ ശക്തിയെക്കുറിച്ച് ബോധം കൊണ്ടാണ് ഇവൻ ഈ ഇത്രയധികം ദ്രോഹം ചെയ്യണം. അതുകൊണ്ട് ഇനി അവൻ്റെ ശക്തിയെക്കുറിച്ച് ബോധമില്ലാതെ വോട്ട് ചെയ്യുന്നു. ഒരു ഭാഗത്ത് കിടക്കാനേ നിനക്ക് പറ്റുള്ളൂ, കുറേയിലും നീ ദ്രോഹം. അപ്പോൾ വായുവിന് ദേഷ്യം വരും. എന്തായാലും മകനല്ലേ, തൻ്റെ മകനെ അങ്ങനെ ജഡനാക്കുക, കാണിച്ചുതരാം. വായു അങ്ങോട്ട് സ്തംഭിച്ചു. ഇത് ഉത്തരാമായണത്തിൽ പറയണ കഥ കേട്ടോ. വായു സ്തംഭിച്ചപ്പോൾ ഒരൊറ്റ ആളൊക്കെ ഇളകാൻ വയ്യ, ദേവന്മാർക്കടക്കം അനക്കല്ല. വായുവിനെ ആശ്രയിച്ചു, രക്ഷിക്കണേ, വഹിക്കുക, എൻ്റെ കുട്ടിയെ ഉപദ്രവിക്കാൻ നിങ്ങളായോ? മഹർഷിമാർ കൂടിയിട്ട് എൻ്റെ കുട്ടിയെ ശപിച്ചിരിക്കുകയാണ്. പറ്റില്ല, അവനെ വികൃതി ദ്രോഹം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവന് ശാപമോക്ഷം കൊടുക്കണം, ശാപമോക്ഷം കൊടുക്കണം, അത്രയും ഞാൻ പറയണ്ടു. ഏത് വ്യവസ്ഥമുള്ളായാലും ജാമ്യം കൊടുക്കാൻ പോലെ അവന് ശാപമോക്ഷം കൊടുക്കണം, എന്നാൽ ഞാൻ നിങ്ങളെയൊക്കെ ചലിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഇന്ദ്രൻ്റെ അടുത്ത് പോയി. ഇന്ദ്രൻ പോയിട്ട് പറഞ്ഞു, ശാപമോക്ഷമുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി നിൻ്റെ മാഹാത്മ്യം പറഞ്ഞാൽ അന്ന് നിനക്ക് നിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമാവും. അതുവരേക്കുള്ള തപസ്സുകൊണ്ട് മിണ്ടാണ്ട് കിടക്കണതുകൊണ്ട് നിനക്ക് പിന്നെ ദ്രോഹബുദ്ധി ഉണ്ടാവില്ല. അതാണ് കുറച്ച് കാലം കിട്ടേണ്ടത് കിട്ടി, ശാപം കിട്ടിയപ്പോൾ പിന്നെ നീ ആരും എന്ത് ചെയ്യില്ല, ആരെയും ദ്രോഹിക്കില്ല. സാത്വികനായി ഹനുമാൻ, ഏറ്റവും വലിയ ഭക്തനായി. പിന്നെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടോ? ഒരൊറ്റ ആളെ ദ്രോഹിച്ചിട്ടില്ല. അപ്പോൾ നീ നല്ലൊരു ജന്മമായിട്ട് നിനക്ക് വരും. നീ ആരെയും ദ്രോഹിക്കില്ല, സർവശക്തി നിനക്ക് ഉപയോഗമായിട്ട് വരും ഒരു സന്ദർഭത്തിൽ, ഇപ്പോഴല്ല എന്ന് ഒരു ശാപം കൊണ്ടാണ് ഹനുമാന് ശക്തി നഷ്ടപ്പെട്ടത്. കുറച്ച് ദ്രോഹം ചെയ്തിരുന്നു എന്നാണ്. വായുവാണ് ശാപമോക്ഷം വാങ്ങിക്കൊടുത്തത്. അങ്ങോട്ട് സ്തംഭിച്ചു. അതുകൊണ്ട് ജാമ്പവാൻ ഹനുമാൻ അഞ്ജനാപുത്രനും വായുപുത്രനുമായിട്ടുള്ള അങ്ങ് എന്താണ് മൗനം ദീക്ഷിക്കുന്നത്? ഇതൊക്കെ നിസ്സാരമായിട്ട് അങ്ങേക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എൻ്റെ ശക്തിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് നീ അറിഞ്ഞില്ല? ഇതാ ഞാൻ പറയണു, നീക്കതിന് പറ്റും. കീർത്തിച്ചപ്പോൾ ഹനുമാൻ ആ പഴയ ശാപവും കാര്യങ്ങളൊക്കെയാണ് മാറി. ഓർമ്മ വന്നു, ഇത് ശാപമോക്ഷമാണ്. ഇനി എന്താണത് എനിക്ക് സമുദ്രം ചാടി കിടക്കാൻ ബുദ്ധിമുട്ട്? രാമനാമാങ്കിതമായിട്ടുള്ള മോതിരം തൻ്റെ കയ്യിൽ വന്നത് എങ്ങനെയാണ്? രാമനറിയാം ഹനുമാൻ നിഷ്പ്രയാസം സമുദ്രം ചാടാൻ പറ്റും, വേറെ ഒരൊറ്റ ആൾക്ക് പറ്റില്ല. എന്നാൽ അത് നടത്തിയിട്ട് തന്നെ വേറെ കാര്യം ദൃഢനിശ്ചയമാണ് ചെയ്തു. പ്രവൃത്തിർണർണോധിരന്തർ നഗരി ജനകജാം. രാമായണത്തിൽ വളരെ വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. ആ പോക്കും സമുദ്ര ആ പർവ്വതത്തിലങ്ങോട്ട് ഊന്നിയിട്ടൊരു ചാട്ടം പർവ്വതം അങ്ങോട്ട് പൊടിഞ്ഞു എന്നാ. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. ഉള്ളിൽ വെള്ളം ഉണ്ടാവുന്ന ഈ മലയുടെ, അതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്നത്. കണക്കറ്റ് വരുമ്പോൾ ഒരു പരിധി വരെ വെള്ളത്തിനെ താങ്ങും എന്നാണ്. വേനൽക്കാലത്ത് പറ്റും, പിന്നെയും വെള്ളം ഉള്ളിൽ ഒതുങ്ങിയിരിക്കത്രേ. പക്ഷേ പരിധി തെറ്റിയ ഉരുൾ പൊട്ടുന്നത് ഈ വെള്ളത്തിൻ്റെ ആധിക്യം കൊണ്ടാണെന്നാ. അതൊക്കെ ഇങ്ങോട്ട് വെള്ളം പുറത്തേക്ക് വന്ന പക്ഷികളൊക്കെ ഇങ്ങോട്ട് പറന്ന് ശബ്ദം ഉണ്ടാക്കി, മരങ്ങളൊക്കെ കടപുഴങ്ങി, ചാടണ ഊക്കിൽ കുറച്ച് മരങ്ങൾ പിന്നാലെ പറന്നു എന്നാണ്. ഈ വണ്ടിയൊക്കെ പോകുമ്പോൾ കുറേ കടലാസൊക്കെ പിന്നാലെ ആണ് പറക്കില്ലേ, എന്ന പോലെ ഇവിടെ പറന്നത് പാറയും വൃക്ഷങ്ങളൊക്കെ. കാരണം പോണതായ ചില്ലറക്കാരനല്ല, ഹനുമാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർണ്ണിക്കും. മൈനാകം വിശ്രമിക്കാൻ പറഞ്ഞതും ഹിംസിക തടുത്തതും ഒക്കെ വിസ്തരിച്ചിട്ട് ഇല്ലേ, സിംഹികയെ ഇടിച്ചിട്ടതും സുരസ വായ തുറന്ന് ആ വായക്കുള്ളിൽ പ്രവേശിച്ച് പുറത്തേക്ക് ചാടിയ കഥയും പഴയ വിസ്തരിച്ചിട്ട് രാമായണത്തെ സമുദ്രലംഘനം വലിയ സർഗ. സുന്ദരകാന്ഡത്തിലെ ആദ്യത്തെ ആ സർഗം 1200 ചില്ലാനം ശ്ലോകമുണ്ട്. ഈ ഒരു സർഗമാണ് സമുദ്രലംഘനം. പ്രവൃത്തിർണർണോധിരന്തർ നഗരി ജനകജാം. ദൂരത്തുനിന്ന് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നതും മനോഹരമായിട്ടുള്ള ലങ്ക കാണുന്നതിനും. കാരണം എത്രയൊക്കെ അലങ്കരിച്ച് പൂക്കളും ചെടികളും ഒക്കെ അങ്ങനെ വെച്ച് പാരിജാതത്തിന് തുല്യമായിട്ടുള്ള നന്ദനവനോപമമായിട്ടുള്ള ആ ഒരു ലങ്ക നിലാവിലിങ്ങനെ പ്രകാശിക്കുന്നത് ഇങ്ങനെ കണ്ടു. ഗംഭീര ലങ്കാ നഗരം, ഗംഭീര നഗരമാണ്, ചെറിയൊരു സംഗതിയൊന്നുമല്ല അവിടെ. അവിടെ ഇല്ലാത്ത അത്ഭുതങ്ങൾ സൗന്ദര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കേമായിട്ട് അനവധി ആകാശം മുട്ടത്തക്ക വിധത്തിലുള്ള കെട്ടിടങ്ങൾ, ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിനക്കെല്ലാ വിജയങ്ങളും നൽകണു എന്ന് ഹനുമാനോട് പറയുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര ഉദയം ആ കാണുന്നതായിട്ട് തന്നെ ഒരു സർഗത്തിൽ വർണ്ണിക്കും. ഹനുമാൻ കാണുന്ന ചന്ദ്രനെ കുറിച്ച്, ലങ്കയുടെ പ്രകാശത്തെക്കുറിച്ചും, അവിടെ കാക്കുന്ന ലങ്കാലക്ഷ്മി ഉണ്ട്. രാമായണത്തിൽ ലങ്കാലക്ഷ്മി എന്ന് പറയും. ആത്മീയത്തിൽ വെറും ലങ്ക എന്നേ പറയുള്ളൂ, ലക്ഷ്മി ഇല്ല. ലങ്ക
ലങ്ക എന്ന സ്ത്രീ, ലങ്കയെ സ്ത്രീ പക്ഷെ ചേർത്ത് അങ്ങനെ പറയുകയാണ്, ഈ ഇടിച്ചിങ്ങോട്ട് വീഴ്ത്തുകയാണ് ഹനുമാൻ. ആദ്യം ഒരു അടി ഹനുമാനെ കൊടുക്കും, ആ അലറിയിട്ട് തിരിച്ചൊരടി കൊടുത്തോട് കൂടിയിട്ട് അവൾക്ക് മനസ്സിലായി, പണ്ട് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവ്, ഈ മന്വന്തരത്തിൽ ഒരു വാനരയിൽ നിന്ന് നിനക്ക് പരാജയം നേരിട്ടു, ആ പരാജയം നീ സമ്മതിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ നീ വധിക്കപ്പെടും, അവൻ അത്ര ശക്തനാണെന്ന്. വേഗം ലങ്കയിലേക്കുള്ള മാർഗം കൊടുക്കുകയും ചെയ്തു. പുറത്തീർണർണോതിരന്തർനഗരി ജനഗജാം. എന്നിട്ടിങ്ങനെ ലങ്കയിൽ കാണുന്ന കാഴ്ചകൾ വർണ്ണിക്കുന്നുണ്ട് രാമായണത്തിൽ, അനവധി കാഴ്ചകൾ. വീക്ഷ്യതത്വാങ്കുലീയം തെരഞ്ഞ് തെരഞ്ഞ് സീതയെ കണ്ടു, ആ മോതിരാണ് കൊടുത്തു. പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണസോടബന്ധോ ദശാസ്യം. പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ അക്ഷകുമാരനെ വധിച്ചു, കെട്ടിടങ്ങളൊക്കെ വധിച്ചു, ഉദ്യാനങ്ങളൊക്കെ തകർത്തു. അക്ഷകുമാരൻ്റെ കാല് പിടിച്ചിട്ട് 4 തിരിക്കലാത്ര, ചുഴറ്റിയിട്ട് ഒരൊറ്റ ഏറാണ്ട് എറിഞ്ഞു എന്നാണ്. അവിടെ പൊടിയായി ഇത്ര അക്ഷകുമാരൻ. അവണ് വല്ലാണ്ട് സങ്കടവും ദേഷ്യവും. അക്ഷകുമാരൻ തൻ്റെ ഓമനപുത്രനല്ലേ. പ്രക്ഷുദ്യോദ്യാനം അക്ഷക്ഷപണചരണ, ആ വാക്കുകളൊക്കെ ഒരു പ്രത്യേക മട്ട കേട്ടോ. പ്രക്ഷുദ്യോദ്യാനം അക്ഷക്ഷപണചരണ, അക്ഷനെ വധിച്ച്. സോഡബന്ധോ ദശാഷ്ട്യം ദൃഷ്ട്വാ ചലങ്കാം ചടിതിത ഹനുമാൻ മൗലിരത്നന്ദൗതേ. അതിനുശേഷം ആ രാവണൻ്റെ അടുത്ത് പോയി ഹിതോപദേശമൊക്കെ ചെയ്തു. ഇത് നമുക്ക് മഹാപകടത്തിനാണ് രാവണ, സീതയെ കൊണ്ടേ കൊടുക്കുകയാണ് നല്ലതെന്നൊക്കെ ഉപദേശിച്ച് നോക്കി, ഒന്നും ചെയ്തില്ല. രാവണൻ അനുസരിച്ചില്ല. വീണ്ടും സീതയെ കണ്ടു. ആ മൗലിയിൽ നിന്നുള്ള രത്നം, ശിരോരത്നം ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു. അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ വിസ്തരിച്ച് പറയണു. അങ്ങനെ ആ മൗലി രത്നത്തെ, അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ കയ്യിൽ തന്നില്ലേ. സുന്ദരകാന്ഡം വളരെ വേഗം കഴിച്ചു. ഒരു ശ്ലോകത്തിൽ സുന്ദരകാന്ഡമാണ്. അങ്ങനെ സുന്ദരകാന്ഡം തിരിച്ചെത്തി. സുന്ദരൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ദൂതൻ എന്നാണ്. ഭഗവാന്റെ കയ്യിൽ സീതാദേവി കൊടുത്തതായിട്ടുള്ള ആ രത്നം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് രാമായണത്തിൽ പ്രധാന ഘട്ടമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ ഈ ഒരു സർഗ്ഗം ഈ രാമായണത്തിൽ വായിച്ചാൽ നല്ലതാണെന്ന് പറയും. എന്താ വെച്ചാൽ വളരെ വിഷമത്തിന് ഒരു വിരാമട്ട സംഭവമാണത്. സീതയെ കണ്ടു, സന്ദേശം പറഞ്ഞു, സീത ഇങ്ങോട്ട് പറഞ്ഞ സന്ദേശം കേട്ടു, കൊടുത്തതായിട്ടുള്ള മോതിരം അവിടെ കൊടുത്തു, സീത തന്നതായിട്ടുള്ള ശിരോരത്നം തിരിച്ചിങ്ങോട്ടും കൊടുത്തു. അപ്പോൾ വലിയൊരു ആശ്വാസമുള്ള സമയമായതുകൊണ്ട് ആ ചില സർഗ്ഗങ്ങൾ 16 മറ്റാണ് വരിക. അത് വായിച്ചാൽ നമ്മുടെ ദുഃഖങ്ങളൊക്കെ തീരുമെന്ന് പൊതുവേ പറയും. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.